നമുക്ക് ബാധിക്കുന്നില്ല. കാരണം ജനങ്ങളുടെ വിഷയം, ഇത് നൂറുകണക്കിന് യാത്രക്കാരെയും കുട്ടികളെ അടക്കം ദ്രോഹിക്കുന്ന വിഷയം. അതുകൊണ്ട് നമ്മൾ ധൈര്യസമയം BJP-ക്കാർ ചെയ്യാൻ തയ്യാറാണ്. നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ പൊതുവെ തെരുവു നായ്ക്കളുടെ ശല്യം കൂടുതലായി കാണുന്നത് ഇപ്പോൾ ഒരു പതിവ് കാഴ്ചയായിരിക്കുകയാണ്. ഇങ്ങനെ തെരുവു നായ്ക്കളുടെ ശല്യമുള്ളതായി നഗരസഭയെ അറിയിച്ചിട്ടുണ്ടെങ്കിലും അതിനെതിരെ ഒരു നടപടിയും ഇതുവരെ അവർ സ്വീകരിച്ചിട്ടില്ല. ഇതിൽ ഒരു പേപ്പട്ടി ഉള്ളതായി കണ്ടെത്തുകയും അതിനെ ഇപ്പോൾ ഒരു പെട്ടിയിൽ അടച്ചിട്ട് ജനങ്ങൾ നഗരസഭയിൽ വിവരം അറിയിക്കുകയുണ്ടായി. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് സംസാരിക്കുന്നത്. ഇവിടെ പ്ലാറ്റ്ഫോമിൽ പട്ടികളുടെ ശല്യം കൂടുതലാണ്. നഗരസഭക്കാരെ അറിയിച്ചതാണ്. പക്ഷെ അവർ ഇതുവരെ ആരും ഇവിടെ വന്ന് വരുവോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഒരു പട്ടിക്ക് പേ ആയിട്ട് ഇവിടെ കെട്ടിയിട്ടേക്കാണ്. അവരെ കെട്ടിയിട്ടിട്ട് അറിയിച്ചിട്ടും അവർ ഇതുവരെ വന്നിട്ടില്ല. രാവിലെ കെട്ടിയിട്ടാണ്. ഇപ്പോൾ ഉച്ചയായിട്ട് ഇതുവരെ അവരാരും വന്നിട്ട് വരുവോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ ഇത് നഗരസഭക്കാർ എടുത്തുകൊണ്ട് പോയി ഇതിനുള്ള പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ ഞങ്ങളിത് വണ്ടി വിളിച്ച് നഗരസഭയുടെ പടിക്കൽ കൊണ്ടുവെക്കും. നടപടി ഉണ്ടാക്കിയിട്ടേ ഞങ്ങളതിന് പിരിച്ചു പോകുകയുള്ളൂ. യാതൊരു സംശയമില്ല. കാരണം ഇത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. രാവിലെ വെളുപ്പാങ്കാലത്തും രാത്രിയിലും അടക്കം ആയിരക്കണക്കിന് ആൾക്കാർ വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ്. കുട്ടികളും പ്രായമുള്ളവരടക്കം ഒരുപാട് പേര്. അപ്പോൾ ഈ പട്ടി 2 ദിവസമായിട്ട് ഇവിടെ വരുന്ന യാത്രക്കാരെ ഓടിച്ചിട്ട് കടിക്കാൻ ശ്രമിക്കുകയാണ്. പലരും മറിഞ്ഞു വീഴുകയും അപകടം സംഭവിച്ചിട്ടുമുണ്ട്. അപ്പോൾ ഇന്നിട്ട് ഇത്രയും 2-3 ദിവസക്കാലമായി നഗരസഭയെ അറിയിച്ചിട്ട് നഗരസഭയുടെ അധികാരികൾ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. ചെയർമാനും സെക്രട്ടറിയും ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അപ്പോൾ ആ അവസ്ഥയിലാണ് ഇത് ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകരെ അറിയുകയും ഇവിടെ എത്തുകയും ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ വന്നിട്ട് 2 മണിക്കൂറോളമായി. നിരവധി ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടു, നഗരസഭാ അധികാരികളുമായി ഞങ്ങൾ ബന്ധപ്പെട്ടു. പക്ഷേ എല്ലാവരും ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, നിങ്ങൾക്ക് എന്ത് വേണേൽ ചെയ്യാം എന്നുള്ള അവസ്ഥ. അപ്പോൾ ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു, നഗരസഭക്കാർ ഇത് എടുത്തുകൊണ്ട് പോയില്ലെങ്കിൽ ഇത് കൊണ്ടുപോയി നഗരസഭ പടിക്കൽ വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുക. അപ്പോൾ തീർച്ചയായും അവർ നടപടിയെടുക്കും. അപ്പോൾ ആ തരത്തിൽ സമരം ഞങ്ങൾ പ്ലാൻ ചെയ്യുകയാണ്. അടിയന്തരമായി ഇത് നഗരസഭക്കാർ നീക്കം ചെയ്യണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. സെക്രട്ടറി പറഞ്ഞത് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല. വെറ്റിനറി ഡോക്ടർ അറിയിച്ചിട്ടുണ്ട്. അവർ വേണ്ട കാര്യങ്ങൾ ചെയ്യും. അവരല്ല ഇതിൽ ചെയ്യണം. അവരെന്താ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുക? അവർക്കിത് പട്ടിക്ക് പേ ഉണ്ടോ ഇല്ലയോ എന്നുള്ള പരിശോധന മാത്രമേ അവർക്ക് നടത്താൻ സാധിക്കത്തുള്ളൂ. ഇപ്പോൾ പേ ഉണ്ടെങ്കിലും പേ ഇല്ലെങ്കിലും ഇത് ഇവിടെ വരുന്ന യാത്രക്കാരെയും നാട്ടുകാരെയൊക്കെ കടിക്കാൻ നടന്ന പട്ടിയാണ്. അപ്പോൾ 2 ദിവസമായി ഇത് നേരത്തെ ഇവിടെ ഉള്ള ഒരു നായയായിരുന്നു. ഈ 2 ദിവസമായിട്ടാണ് അത് അക്രമസക്തമാകുന്നത്. എനിക്ക് അപ്പോൾ സംശയം മറ്റു പട്ടികൾ വന്ന് കടിച്ച് പേ പിടിച്ചിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ സംശയം. അപ്പോൾ അത്രയും ഉപദ്രവകാരിയായിട്ടുള്ള ഈ നായയെ ഇവിടുന്ന് കൊണ്ടുപോകുവാൻ നഗരസഭ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങളോടും യാത്രക്കാരോടുള്ള വെല്ലുവിളിയാണ് നഗരസഭ നടത്തുന്നത്. എനിക്ക് തോന്നുന്നു മുൻപുള്ള ചെയർമാൻ മറ്റ് വികസനങ്ങളൊന്നും കൊട്ടാരക്കര നടത്തിയില്ലെങ്കിലും പട്ടിയെ പിടിക്കാനെങ്കിലും ആ ചെയർമാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ചെയർമാൻ പട്ടിയെ പിടിക്കാൻ പോയിട്ട് പൂച്ചയെ പിടിക്കാൻ പോലും അയാൾ വരുന്നില്ല. അയാൾ ഒരു രീതിയിലും ഈ നഗരസഭയെ സംരക്ഷിക്കുക, ജനങ്ങളെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. പക്ഷേ ആ സാഹചര്യത്തിൽ BJP-യുടെ 5 കൗൺസിലർമാരടക്കമുള്ള പാർട്ടി നേതാക്കന്മാരടക്കം ഇതിനുള്ള പരിഹാരം കണ്ടിട്ടേ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ. യാതൊരു സംശയമില്ല. ഇത് നഗരസഭക്കാർ എടുത്തുകൊണ്ട് പോയില്ലെന്നുണ്ടെങ്കിൽ ഒരു തർക്കവുമില്ല. ഞങ്ങൾ നഗരസഭാ സെക്രട്ടറിയുടെ ക്യാബിനിൽ ഇത് കൊണ്ടുവെക്കും. അവിടെ ഞങ്ങൾ കുത്തിയിരിക്കും. നടപടി ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പിരിഞ്ഞു പോകും. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ CIA വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അടിയന്തരമായ നടപടി ഇല്ലെങ്കിൽ BJP ശക്തമായ പ്രതിഷേധം ആരംഭിക്കുക. യാതൊരു സംശയവുമില്ല. സ്റ്റേഷൻ മാസ്റ്റർ രാവിലെ ചെയർമാനെ വിളിച്ചു. ഞങ്ങൾ സ്റ്റേഷൻ മാസ്റ്ററെ വിളിച്ചപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ പറഞ്ഞത് ചെയർമാനോട് ബന്ധപ്പെട്ടപ്പോൾ അവർ വരാൻ തയ്യാറല്ല, വെറ്റിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട് എന്നാണ്. വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സംസാരമാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു ചെയർമാൻ, നഗരപിതാവ് ഈ തരത്തിലൊന്നും അല്ല സംസാരിക്കേണ്ടത്. ഈ നഗരത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പാക്കേണ്ട ഒരു നഗരപിതാവ് ഇത്രയും വളരെ മോശമായ നികഷ്ടമായ രീതിയിൽ ഇടപെടുന്ന ഈ നാട്ടിലെ ജനങ്ങളോടുള്ള യാത്രക്കാരുള്ള വെല്ലുവിളിയാണ്. ഇത് വെച്ച് പൊറുപ്പിക്കാൻ BJP തയ്യാറല്ല. അതുകൊണ്ട് അടിയന്തരമായി നഗരസഭ അധികാരികൾ ഇത് പരിഹാരം കണ്ടെത്തണമെന്നാണ് BJP-ക്ക് പറയാനുള്ളത്. ഒരുപാട് പട്ടികളുടെ ശല്യം ഉണ്ട് ഇവിടെ. നിങ്ങൾ റിപ്പോർട്ട് നേരത്തെ ഇത് നഗരസഭയെ അറിയിച്ചിട്ടില്ലായിരുന്നു? ഒരു നടപടി ഉണ്ടായിട്ടില്ല. പാസഞ്ചറൊക്കെ എടുത്ത് കടിച്ച് ട്രാക്കിൽ ചാടി ചോരയൊക്കെ ഒലിപ്പിച്ച് എന്തെല്ലാം ഇതാണെന്നറിയോ. പരിഹാരം നമ്മളതിനുള്ള പരിഹാരം ഉണ്ടാക്കിയിട്ട് നമ്മളിത് കാര്യങ്ങൾ ചെയ്യും. കാരണം അതുകൊണ്ട് എന്താണെന്നറിയാമോ ചേട്ടാ, അതുകൊണ്ട് നമ്മൾ ഞാനും ഏട്ടനും എടുത്താൽ വണ്ടിക്ക് എല്ലാം പോലും കഴിയും. നമുക്ക് ബാധിക്കത്തില്ല. കാരണം ഇത് ജനങ്ങളുടെ വിഷയം, ഇത് നൂറുകണക്കിന് യാത്രക്കാരെയും കുട്ടികളെ അടക്കം ദ്രോഹിക്കുന്ന വിഷയം. അതുകൊണ്ട് നമ്മൾ ധൈര്യസമയം BJP-ക്കാർ ചെയ്യാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പേടിയാണ്, നഗരസഭയ്ക്ക് പേടിയാണെങ്കിൽ അത് പറ. ആ കൊച്ചിനെ വിളിക്കാൻ വേണമെങ്കിൽ ഇനി അതിന്റെ റീസൺ പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതിരിക്കല്ലേ. ആ കൊച്ചിനെ വിളിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിക്കാൻ സ്കൂളിലെ പയ്യൻ പറഞ്ഞത്. നഗരസഭയ്ക്ക് ഭയം ഉണ്ടെങ്കിൽ ഇതിനകത്ത് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. എന്തുവാ സാർ ഈ പട്ടികളെ മൊത്തം പിടിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് കയറി കൊണ്ടുപോകാൻ പറ്റുമല്ലോ. അല്ല സാറേ ഈ പട്ടികളെ ഇവിടെ കിടക്കുന്ന എല്ലാ പട്ടികളെയും കൊണ്ടുപോകണം.
ഈ പട്ടി മാത്രമല്ല സാറേ, ഇത് ഒരു വലയോ ഈ പട്ടി പിടിക്കാൻ എന്തെങ്കിലും സംഭവം നമുക്ക് കാണണ്ടേ? പോയാൽ പോരാ. ഇത്ര റിസ്ക് എന്ത് ഇത് ആന എടുത്തോണ്ട് പോകുന്ന ഇത്രയുള്ള ഒരു പട്ടി എടുത്തോണ്ട് പോയാൽ അല്ലെങ്കിൽ അത് ധൈര്യമായിട്ട് പറ, നിങ്ങൾക്ക് ധൈര്യം ഇല്ല എന്നുള്ള ധൈര്യമായിട്ട് പറ. ഇത് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതിനകത്ത്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. കൊട്ടാരക്കര റെയിൽവേ സ്റ്റേഷനിൽ തെരുവുനായ ശല്യം രൂക്ഷമായിട്ടുള്ള സാഹചര്യമാണ്. അപ്പോൾ ആ സാഹചര്യത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ദിവസമായി ഇവിടെ സ്ഥിരം ഉണ്ടായിരുന്ന ഒരു പട്ടിക്ക് നായയ്ക്ക് പേ പിടിച്ചൊരു അവസ്ഥ. ഇവിടെ ഉണ്ടായിരുന്ന മറ്റു തെരുവുനായ്ക്കൾ കടിച്ചുകൊണ്ട് പട്ടിക്ക് പേയുടെ ലക്ഷണം ഇളകി പട്ടിയെ യാത്രക്കാർക്ക്, നിരവധി കുട്ടികളും പ്രായമുള്ളവരടക്കം നിരവധി യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും കടിക്കാൻ 2 ദിവസമായി പൂർണ്ണമായും യാത്രക്കാരെ കടിക്കാൻ ഓടിക്കുകയും മറിഞ്ഞു വീഴി റെയിൽവേ പാളത്തിൽ മറിഞ്ഞു വീഴുന്ന സാഹചര്യം ഉണ്ടായി. അതിനെ തുടർന്ന് സ്റ്റേഷൻ മാസ്റ്റർ നഗരസഭാ ചെയർമാനെ അറിയിക്കുകയും ചെയർമാൻ മറുപടി പറഞ്ഞത് വളരെ വിചിത്രമായ രീതിയിലാണ്. ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, ഇത് വെറ്ററിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട്, അവർ വന്ന് വേണ്ടത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞ മറുപടി. വളരെ നിരുത്തരവാദപരമായിട്ടുള്ള സംസാരമാണ് നഗരപിതാവിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതറിഞ്ഞ് നമുക്ക് പരാതി കിട്ടി, നമ്മുടെ വാർഡ് കൗൺസിലർക്ക് പരാതി കിട്ടുകയും അതറിഞ്ഞ് നമ്മൾ എത്തുകയും ചെയ്തപ്പോൾ സ്റ്റേഷൻ മാസ്റ്റർ വീണ്ടും സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയും പാർട്ടിയുടെ നേതാക്കന്മാർ നഗരസഭാ സെക്രട്ടറിയോട് ബന്ധപ്പെട്ടപ്പോൾ വീണ്ടും സെക്രട്ടറിയും നഗരസഭാ ചെയർമാൻ പറഞ്ഞ് ആവർത്തിക്കുകയാണ് ഉണ്ടായത്. ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല, വെറ്ററിനറി ഡോക്ടറെ അറിയിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ സ്ഥലമില്ല, ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ല എന്നുള്ള വളരെ മോശമായ രീതിയിലാണ് നഗരസഭയുടെ അധികാരികൾ പറയുകയുണ്ടായത്. ഇത് നിരവധി തെരുവുനായ്ക്കളാണ് ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ അലഞ്ഞിരിഞ്ഞ് നടക്കുന്നത്. ഇത് യാത്രക്കാർക്കൊരു വെല്ലുവിളിയാണ്, വളരെ ദ്രോഹമായിട്ടുള്ള ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായത്. ഇതിനെ പിടിക്കാൻ ഈ നഗരസഭ അധികാരികൾ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ അതിന് പരിഹാരം ഉണ്ടാക്കാൻ ഞങ്ങൾ ആലോചിക്കുകയാണ്. കാരണം ഞങ്ങൾ 2 മണിക്കൂറായിട്ട് ഞങ്ങൾ ഇവിടെ തമ്പടിച്ചിരിക്കുകയാണ്. നഗരസഭ അധികാരികളെ വിളിച്ചു. അവർ വന്ന് നോക്കിയിട്ട് അവർക്ക് ഭയമാണ്, ഇത് എടുത്തുകൊണ്ട് പോകാൻ ഭയമാണെന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ BJP പ്രവർത്തകർ ഇതിനെ എടുത്തു വെച്ചിട്ട് ഈ റെസ്ക്യൂക്കാർ പിടിച്ച് ഒരു പെട്ടിയിലാക്കി വെച്ചിട്ടുള്ള ഈ പേപ്പട്ടിയെ ഞങ്ങളെടുത്ത് വണ്ടിയിൽ വെച്ച് നിങ്ങൾ കൊണ്ടുപോയി ഷെൽട്ടറിൽ കൊണ്ടിടാൻ പറഞ്ഞപ്പോൾ അതുപോലും ചെയ്യാതെ ധൈര്യമില്ലാത്ത നഗരസഭാ ഭരണകൂടം ഈ നാടിന് വെല്ലുവിളിയാണ്, ഈ കൊട്ടാരക്കരയിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ്. അതുകൊണ്ട് അടിയന്തരമായി ഇപ്പം ഞങ്ങൾ കൊല്ലത്ത് നായ്ക്കളുടെ സംഘടന അവരുടെയൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരുമായൊക്കെ ബന്ധപ്പെടുകയുണ്ടായി. അവർ പറഞ്ഞു 2 മണിക്കൂറിനുള്ളിൽ കൊല്ലത്തുനിന്ന് ആൾ വന്ന് ഇതിനെ കൊണ്ടുപോയി ഷെൽട്ടറിൽ ഇടും എന്നുള്ളൊരു ഉറപ്പിൻമേലാണ് ഞങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്നത്. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഞങ്ങൾ പരിശോധിക്കുമ്പോൾ ഈ നായയെ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈ നായയെ ഞങ്ങൾ ഈ പെട്ടിയോടക്കം എടുത്ത് നഗരസഭയുടെ സെക്രട്ടറിയുടെ ക്യാബിനിൽ കൊണ്ടുവെക്കും, യാതൊരു തർക്കവുമില്ല. കാരണം അതുപോലെ നമുക്ക് ഈ പേപ്പട്ടിയെ പിടികൊടുത്തുള്ളൂ. അപ്പോൾ ഇവിടെ നിരവധി തെരുവ് നായ്ക്കളുണ്ട്, അതിനെയും കൂടെ പിടിച്ചുകൊണ്ടു പോകണം. യാത്രക്കാർക്ക് സുഗമമായി യാത്ര ചെയ്യുവാനും വന്നിരിക്കുവാനുമുള്ള സംവിധാനം ഒരുക്കണമെന്നാണ് ഞങ്ങൾ നഗരസഭാ അധികാരികൾ പറയാനുള്ളത്. ഞങ്ങൾ പോലീസ് ഉദ്യോഗസ്ഥരെ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നേരത്തെ ഉള്ള ഒരു ചെയർമാനുണ്ട്, അദ്ദേഹം മറ്റ് വികസനങ്ങളൊന്നും കൊട്ടാരക്കരയിൽ ഉണ്ടാക്കിയില്ലെങ്കിലും പട്ടിയെ പിടിക്കാൻ മിടുക്കലായിരുന്നു മുൻ ചെയർമാൻ. പക്ഷേ ഇപ്പോഴത്തെ ചെയർമാൻ പട്ടിയെ പിടിക്കാൻ പോയിട്ട് ഒരു പൂച്ചയെ പിടിക്കാൻ പോലും ധൈര്യമില്ലാത്ത ഒരു കഴിവുകെട്ട ഒരു ചെയർമാനും ഒരു നഗരസഭാ ഭരണകൂടമാണ് നിലവിലുള്ളത്. അതുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഈ പേപ്പട്ടിയെ പിടിച്ചു കൊണ്ടുപോയി നഗരസഭയുടെ മുന്നിൽ വെക്കുമെന്ന തരത്തിൽ സംശയമില്ല.